ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രയായിരുന്നത്. ഇനി ഞാൻ KSRTC കയറിയിട്ടുണ്ട്. KSRTC എനിക്കിനി പോകണം, ബസ് പോലും ഇല്ല. അതെ, രാത്രി 8 മണിക്കാണ് യൂഷ്വലി എൻ്റെ SRM എന്നുള്ള ബസ്. ഇപ്രാവശ്യം മഴ കാരണവും ട്രാഫിക് കാരണവും ഓൾറെഡി ബസ് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. അതുകൂടാതെ മഴ, നല്ല ഇടിയൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്രാവശ്യം എൻ്റെ ട്രാവൽ ബാഗും അകത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ സീറ്റർ ആയിരുന്നെങ്കിലും സീറ്റിൻ്റെ അടിയിൽ സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് വെക്കാനായിട്ട്. ഒരിറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേനും സമയം 7 മണി ആയിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, വെരി ഹാപ്പി. കാരണം കുറച്ച് ലേറ്റ് ആണെങ്കിലും നമ്മൾ ഓൾറെഡി തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു കുറച്ച് മണിക്കൂറോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തനംതിട്ട എത്താനുള്ള പ്ലാനിലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത് 9 മണിയായിട്ട് നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓൾമോസ്റ്റ് 2-3 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ തൃശ്ശൂരും കടന്ന് എറണാകുളവും കടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയത്. അങ്ങനെ കുറച്ചു നേരം പുറത്തോട്ട് നോക്കിയിരിക്കും, കുറച്ചു നേരം മഴ കാണും, കുറച്ചു നേരം കിടന്നുറങ്ങും. അങ്ങനെ സമയം തള്ളി നീക്കി എനിക്ക് അവസാനം ദേഷ്യം വരാൻ തുടങ്ങി. ബിക്കോസ് ഓൾമോസ്റ്റ് 1 മണിയായിട്ടും നമ്മൾ കോട്ടയം പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു 3:45 നമ്മൾ തിരുവല്ലയിലെത്തി. അതിനുശേഷം ക്രോസ് ചെയ്ത് നമ്മൾ KSRTC ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോഴത്തേനും എൻ്റെ കഷ്ടകാലത്തിന് ഇവിടെ ഒരു ബസ് പോലും ഇല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഒരു ഫാസ്റ്റിന് കയറി ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങി ഓട്ടോ എടുത്തു വീട്ടിൽ പോയി. 5 മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത്. പിന്നെ